ഞങ്ങൾ മസ്കറ്റിനുള്ളിലെത്തി. അപ്പോൾ ഖുറം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിക്കൊരു വ്യൂ പോയിൻ്റ് കണ്ടിട്ട് ഇറങ്ങിയാണ്. താഴെ മസ്കറ്റ് ടൗൺ നന്നായിട്ട് കാണാം. അതുപോലെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റും ശരിക്കും ഒരു പാറയുടെ താഴെയാണത്, ഒരു മലയുടെ താഴെയാണ്. ലൈറ്റും ഫൗണ്ടനും ഒക്കെ ഉണ്ട്. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാനങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ നടത്തിയൊരു യാത്രയാണ്. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് മസ്കറ്റിലുള്ള ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് മസ്കറ്റിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ സൊഹറിലെ കാഴ്ചകൾ മതിയാക്കിയിട്ട് നമ്മൾ നേരെ മസ്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൊഹറിലെ അത്യാവശ്യം കാഴ്ചകൾ കവർ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോഴല്ല, ഇനിയും സൊഹർ നമുക്ക് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ്. എപ്പോഴെങ്കിലും വരാൻ പറ്റും. കുറച്ച് ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾ അടുത്ത് ഇനിയും വരുന്നൊരു സൊഹറിൽ അപ്പോൾ കാണാമെന്നുള്ള ഒരു പ്ലാനിൽ ഇപ്പോൾ നമ്മൾ മസ്കറ്റിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 6:30 കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് ഇരുട്ടായി. നമ്മളിപ്പോൾ മസ്കറ്റിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൊഹറിൽ നിന്ന് മസ്കറ്റിന് എപ്പോഴും എളുപ്പത്തിൽ പോകാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേ ആണ്. പക്ഷേ എക്സ്പ്രസ് ഹൈവേയിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ പെട്രോൾ പമ്പുകളോ ഷോപ്പുകളോ റെസ്റ്റോറൻറ്റുകളോ വില്ലേജുകളോ ഒന്നും ഉണ്ടാവില്ല. മലകളുടെ ഇടയിലുള്ള ഒരു റോഡാണ്. അപ്പോൾ പൊതുവേ ഇങ്ങനെയുള്ള യാത്രകളിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അല്പം ദൂരം കൂടിയാലും ട്രാഫിക് കിട്ടിയാലും നമ്മൾ ഈ റെസ്റ്റോറൻറ്റുകളും പെട്രോൾ പമ്പുകളും കെട്ടിടങ്ങളും ജനവാസമുള്ള സ്ഥലം വഴി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കെന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള വഴി യാത്ര ചെയ്താൽ. അപ്പോൾ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ദൂരമല്ല, ശരിക്കും ഇതുപോലുള്ള നമ്മൾ സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ്. നാഷണൽ ഹൈവേ 1 വഴി 210 കിലോമീറ്ററാണ് സൊഹറിൽ നിന്ന് മസ്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്സിൽ കാണിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു തീരദേശ ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാം. കടലിന് സൈഡിൽ കൂടെ പോകുന്നൊരു ഹൈവേ ആണ്. പകലൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റും. രാത്രി ആയതുകൊണ്ട് ഇപ്പോൾ കടലോ ബീച്ചോ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഗൂഗിൾ മാപ്സ് കാണിക്കുന്നത് ഇതിങ്ങനൊരു കടലിൻ്റെ സൈഡിൽ കൂടെ പോകുന്നൊരു ഹൈവേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഗൂഗിളിൽ നോക്കുമ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ടൗണുകൾ നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഷിനാസ്, ലിവ, സഹം, അൽ കുബ്ര, അതുപോലെ ഷുവൈഖ്, ബർക്ക, അൽസീബ്, അങ്ങനെ കുറേ ചെറിയ ചെറിയ ടൗണുകൾ ടച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഈ റൂട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ മസ്കറ്റിൻ്റെ ഉള്ളിൽ കയറി. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു നമുക്ക് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. വെൽക്കം ടു മസ്കറ്റ് എന്നൊക്കെ എഴുതി കാണിച്ചു. അപ്പോൾ എന്തായാലും മസ്കറ്റിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ ഇപ്പോഴും സിറ്റി ആയിട്ടില്ല. സിറ്റിയുടെ പുറത്തുനിന്ന് ഇങ്ങനെ സിറ്റിയിലോട്ട് കയറുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മസ്കറ്റിലുണ്ട്. അവൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നൈറ്റ് സ്റ്റേ. ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തുമെന്ന് വിചാരിക്കും. ഗൂഗിൾ മാപ്സ് അങ്ങനെയാണ് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയി പറഞ്ഞ കാര്യമില്ല. ഇനി എത്ര മിനിറ്റ്? 2.4 കിലോമീറ്റർ. ഞങ്ങൾ മസ്കറ്റിനുള്ളിലെത്തി. അപ്പോൾ ഖുറം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിക്കൊരു വ്യൂ പോയിൻ്റ് കണ്ടിട്ട് ഇറങ്ങിയാണ്. താഴെ മസ്കറ്റ് ടൗൺ നന്നായിട്ട് കാണാം. ഖുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്രഷായിട്ട് വീണ്ടും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്, രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്ര എന്നൊക്കെ പറയുന്ന ഒരു
സ്ഥലമാണ്. റോഡിൻ്റെ സൈഡിൽ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് രാത്രിയായിട്ട്. ഇവിടെ ബീച്ച് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഓപ്പോസിറ്റ് സൈഡ് പോർട്ട് പോലെ എന്തൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റും ശരിക്കും ഒരു പാറയുടെ താഴെയാണത്, ഒരു മലയുടെ താഴെയാണ്. ലൈറ്റും ഫൗണ്ടനും ഒക്കെ ഉണ്ട്. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ കുറച്ച് കണ്ടു. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇങ്ങോട്ടൊന്നും ഇത്രയും വ്യൂ കിട്ടിയില്ല. തിരിച്ച് നമ്മൾ എപ്പോഴും അതൊരു ഫോട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഫോട്ടോ ഉണ്ട്. ഇതല്ല അതിൻ്റെ ഒരു ശരിക്കും കോട്ട ഇങ്ങനെ ഈ മലകളിൽ ഒരു കോട്ട പണിതിരിക്കണ ഒരു ഇതുണ്ട്. നാളെ ആയിട്ട് കാണിച്ചു തരാം. പകൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വേറൊരു വൈബായിരിക്കും. നാളെ പകൽ എന്തായാലും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. മുത്ര ഫോർട്ടാണ് ഈ കാണുന്നത്. മീന റൗണ്ട് ദ ബോട്ടാണ് ഇത്. അടുത്ത ഫോർട്ട് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും മീന റൗണ്ട് ദ ബോട്ട് എന്നുള്ള പേര് വന്നത്. മുത്ര ഗേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ കണ്ട മുത്ര ബീച്ചിൻ്റെ എൻട്രൻസ് ആണ് ആക്ച്വലി. ഇപ്പോൾ മണി 10 ഇവിടുന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് നാളെ പകലിനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാനുള്ള പരിപാടിയാണ്.